ടി.പി. ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ടിട്ട് നാളെ 1 വർഷം. രാഷ്ട്രീയ കേരളത്തിൽ ഏറെ കോളിളക്കം സൃഷ്ടിച്ച ടി.പി. ചന്ദ്രശേഖരന്റെ കൊലപാതകത്തിന് നാളെ 1 വർഷം. ടി.പി. വധം CPM-ന് കനത്ത പ്രഹരമാണ് ഏൽപ്പിച്ചത്. അണികളുടെയും പ്രാദേശിക നേതാക്കളുടെയും കൊഴിഞ്ഞുപോക്ക് പാർട്ടിക്ക് തലവേദനയായി. കൊലപാതകത്തിൽ പാർട്ടി നേതൃത്വത്തിന് പങ്കുണ്ടെന്ന ആരോപണം പാർട്ടിയെ ജനങ്ങളുടെ മുന്നിൽ പ്രതിക്കൂട്ടിലാക്കിയപ്പോൾ പ്രതിച്ഛായയ്ക്കും മങ്ങലേറ്റു. 2008-ൽ ഏറാമല ഗ്രാമപഞ്ചായത്ത് ഭരണം ജനതാദളിന് വിട്ടുകൊടുക്കാനുള്ള നീക്കത്തിനെതിരെ CPM-ലുണ്ടായ വിമത നീക്കമാണ് റവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടി രൂപീകരണത്തിലെത്തിയത്. ടി.പി. ചന്ദ്രശേഖരനായിരുന്നു നേതൃത്വത്തിൽ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒഞ്ചിയം മണ്ണിൽ കരുത്തുണ്ടാക്കിയ ഒഞ്ചിയം രക്തസാക്ഷികളുടെ കുടുംബങ്ങളും സമരസേനാനികളും ഉൾപ്പെടെ ടി.പി.ക്ക് പിന്നിൽ അണിനിരന്നു. 2009-ൽ വടകരയിൽ നിന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച CPM സ്ഥാനാർത്ഥി സതീദേവി പരാജയപ്പെട്ടു. CPM-ന്റെ കുത്തകയായിരുന്ന ഒഞ്ചിയം ഗ്രാമപഞ്ചായത്തിൽ 17-ൽ 5 സീറ്റിലേക്ക് പാർട്ടി ഒതുങ്ങി. 8 സീറ്റ് നേടി RMP പഞ്ചായത്തിൽ ഭരണം പിടിച്ചെടുത്തു. പിന്നാലെ ഏറാമല പഞ്ചായത്ത് ഭരണവും CPM-ന് നഷ്ടമായി. ടി.പി. ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ടിട്ട് 1 വർഷം തികയുന്നു. CPM-നെ പ്രതിസന്ധിയിലാക്കിയ 1 വർഷമാണ് കടന്നുപോയത്. ടി.പി.യുടെ വധത്തെ തുടർന്ന് പാർട്ടിക്കുള്ളിൽ നിന്ന് കൂട്ടക്കൊഴിഞ്ഞുപോക്കാണ് ഉണ്ടായത്. പൊതുരാഷ്ട്രീയത്തിൽ CPM ഒറ്റപ്പെട്ടു. RMPയിലേക്ക് ഞാൻ അങ്ങനെ ഒരു പാർട്ടിയായിട്ട് മാറിപ്പോയതല്ല, എൻ്റെ ഒരു പ്രതിഷേധം അത്. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിദ്യാർത്ഥി യുവവിഭാഗവും CPM-ന്റെ സജീവ പ്രവർത്തകരും പാർട്ടി വിട്ടു. കോഴിക്കോട് ജില്ലയിൽ പാർട്ടി നിലപാടിന് വിരുദ്ധമായി പ്രവർത്തിച്ച 50ഓളം പേരെ പുറത്താക്കി. എല്ലാത്തിനും മീതെയായിരുന്നു VS അച്യുതാനന്ദന്റെ ഇടപെടൽ. VS ടി.പി.യുടെ വീട് സന്ദർശിച്ചു. നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പിൽ CPM പരാജയം ഏറ്റുവാങ്ങി. ടി.പി. വധക്കേസിൽ നിന്ന് രക്ഷപ്പെട്ടാലും പാർട്ടി ജനങ്ങളുടെ കോടതിയിൽ സംശയത്തിന്റെ നിഴലിൽ തന്നെയാകും. ഷിത, മീഡിയ 1, കോഴിക്കോട്. ടി.പി. ചന്ദ്രശേഖരന്റെ വധത്തിന് ശേഷം CPM-ന് ഒരു തളർച്ചയും ഉണ്ടായിട്ടില്ലെന്ന് പാർട്ടി നേതൃത്വം അവകാശപ്പെടുന്നു. മാധ്യമങ്ങളുടെ സഹായമില്ലെങ്കിൽ RMP ഉണ്ടാകില്ലെന്ന് അവർ വാദിക്കുന്നു. പാർട്ടി കൂടുതൽ കരുത്തോടെ മുന്നോട്ടു പോവുകയാണെന്നും CPM നേതാക്കൾ പറഞ്ഞു. ഒരു കൊലപാതകത്തിന്റെ പേരിൽ രാഷ്ട്രീയ പാർട്ടിക്കെതിരെ ഇതുപോലൊരു കൂട്ടായ ആക്രമണം ചരിത്രത്തിൽ തന്നെ ആദ്യമാകാം. വധത്തിൽ പങ്കുണ്ടായാലും ഇല്ലെങ്കിലും CPM എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം കഴിഞ്ഞ 1 വർഷം നേരിട്ടത് അത്രയും കഠിനമായ പരീക്ഷണങ്ങളാണ്. എന്നാൽ പാർട്ടി കൂടുതൽ കരുത്തോടെ മുന്നേറുകയാണെന്നതിൽ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ടി.പി. രാമകൃഷ്ണന് തെല്ലും സംശയമില്ല. ഏറ്റവും അവസാനം നടന്നിട്ടുള്ള ഒഞ്ചിയം രക്തസാക്ഷി ദിനാചരണം സാധാരണ നിലയിൽ നിന്നുള്ള വ്യത്യസ്തമായ ജനപങ്കാളിത്തമാണ് അനുഭവപ്പെട്ടത്. ഈ ജില്ലയിൽ നടന്നിട്ടുള്ള ഉപതെരഞ്ഞെടുപ്പുകൾ എല്ലാ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിച്ച വാർഡുകളിലും UDF ജയിച്ച വാർഡുകളിലും ഇടതുപക്ഷ ജനാധിപത്യത്തോട് വോട്ട് വർദ്ധിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. വടകരയിലും ഒഞ്ചിയത്തുമെല്ലാം CPM കൂടുതൽ ശക്തിപ്പെട്ടു വരികയാണെന്ന് ഏരിയ സെക്രട്ടറി EM ദയാനന്ദൻ പറഞ്ഞു. CPM-ന്റെ ഗ്രാഫിന് ഒരു തകർച്ചയും വന്നിട്ടില്ല. ടി.പി. ചന്ദ്രശേഖരൻ പാർട്ടി വിട്ടപ്പോഴും RMP രൂപീകരിച്ചപ്പോഴുമെല്ലാം അനുരഞ്ജനത്തിന് CPM ശ്രമിച്ചിരുന്നു. ഇപ്പോഴും അതുതന്നെയാണ് നിലപാടെന്നും മടങ്ങി വരുന്നവരെ സ്വീകരിക്കുമെന്നും ജില്ലാ സെക്രട്ടറി ഉറപ്പു നൽകുന്നു. ക്യാമറ പേഴ്സൺ ലയേഷ് കാഞ്ഞിക്കാവിനൊപ്പം വികാസ് മൂത്തേടത്ത്, മീഡിയ 1. ടി.പി. വധം സംബന്ധിച്ച് CPIM നിയോഗിച്ച അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവരാത്തത് അന്വേഷിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ. ഈ മാസം 11, 12 തീയതികളിൽ കേന്ദ്ര കമ്മിറ്റി ചേരാനിരിക്കെയാണ് VS-ന്റെ പ്രതികരണം. ടി.പി. വധത്തിന്റെ 1ാം വാർഷികത്തിന്റെ പശ്ചാത്തലത്തിലാണ് പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന VS-ന്റെ പ്രതികരണം. CPIM പ്രഖ്യാപിച്ച അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നില്ലല്ലോ എന്ന ചോദ്യത്തിന് VS-ന്റെ മറുപടി ഇങ്ങനെ: എന്നാൽ മറ്റു ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ VS തയ്യാറായില്ല. ടി.പി. വധത്തിൽ CPM കടുത്ത പ്രതിരോധത്തിലായ സാഹചര്യത്തിലായിരുന്നു പാർട്ടി അന്വേഷണം നടത്തുമെന്ന ജനറൽ സെക്രട്ടറിയുടെ പ്രഖ്യാപനം വന്നത്. VS-നെതിരെ അച്ചടക്ക നടപടി ഉണ്ടാകുമെന്ന് ഔദ്യോഗിക പക്ഷം പ്രതീക്ഷിക്കുന്ന മെയ് 11, 12 തീയതികളിലെ കേന്ദ്ര കമ്മിറ്റിയിൽ പുതിയ പരാമർശവും ചർച്ചയായേക്കും. മീഡിയ 1, തിരുവനന്തപുരം. ടി.പി. ചന്ദ്രശേഖരൻ വധിക്കപ്പെട്ടിട്ട് നാളേക്ക് 1 ആണ്ട് തികയുന്നു. ടി.പി. ഇല്ലാതിരുന്ന 1 ആണ്ടത്തെ രാഷ്ട്രീയ സംഭവവികാസങ്ങളാണ് ഇന്ന് സ്പെഷ്യൽ എഡിഷൻ ചർച്ചയ്ക്കെടുക്കുന്നത്. CPM നേതാവ് KT കുഞ്ഞിക്കണ്ണൻ നമുക്കൊപ്പം കോഴിക്കോട് സ്റ്റുഡിയോയിലുണ്ട്. RMP നേതാവ് N വേണുവിനെ വടകരയിൽ നിന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. RMP നേതാവ് ടി.പി. ചന്ദ്രശേഖരൻ്റെ വിധവ KK രമ ടെലിഫോൺ ലൈനിൽ ഈ ചർച്ചയിൽ പങ്കെടുക്കും. രാഷ്ട്രീയ നിരീക്ഷകനും മുതിർന്ന മാധ്യമപ്രവർത്തകനുമായ MG രാധാകൃഷ്ണനെയും ടെലിഫോൺ ലൈനിൽ പ്രതീക്ഷിക്കുന്നു.
ആദ്യം എൻ വേണുവിലേക്ക്. എൻ വേണു, ടി പി ചന്ദ്രശേഖരൻ വധിക്കപ്പെട്ട സാഹചര്യം, അത് സൃഷ്ടിച്ച വൈകാരികമായ സാഹചര്യം ഏറെക്കുറെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതിനപ്പുറത്ത് RMPക്ക് രാഷ്ട്രീയമായി ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്ക് RMPക്ക് രാഷ്ട്രീയ സാധ്യതകൾ തുറന്നിടാൻ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് സാധിച്ചോ? TP വധക്കേസിൽ പോലും സാക്ഷികൾ കൂട്ടത്തോടെ കൂറുമാറുന്ന ഒരു സാഹചര്യമുണ്ടായി. കാര്യക്ഷമമായ അന്വേഷണം നടത്തുന്നു എന്ന് ഉറപ്പാക്കാൻ RMPക്ക് സാധിച്ചിട്ടുണ്ടോ ഈ കഴിഞ്ഞ വർഷം? ഒന്ന്, സഖാവ് TPയുടെ രക്തസാക്ഷിത്വം RMPയെ സംബന്ധിച്ച് ഏറ്റവും രൂക്ഷമായ രാഷ്ട്രീയ പ്രതിസന്ധി ഉണ്ടാക്കിയിരുന്നു. കാരണം ഞങ്ങളുടെ പാർട്ടിയുടെ ദീർഘവീക്ഷണമുള്ള ഒരു നേതാവ്, ആ നേതാവിൻ്റെ വധം, അതുണ്ടാക്കിയ രാഷ്ട്രീയമായ പ്രത്യാഘാതങ്ങൾ, ഇതിനെയൊക്കെ അതിജീവിച്ച് പോകുക എന്ന് പറയുന്ന അതിതീക്ഷ്ണമായ രാഷ്ട്രീയ സാഹചര്യങ്ങളെയാണ് കഴിഞ്ഞ ഒരു വർഷമായി ഞങ്ങൾ നേരിട്ടത്. സഖാവ് ചന്ദ്രശേഖരൻ്റെ കൊലപാതകം സംബന്ധിച്ച് ഞങ്ങൾ എത്തിച്ചേർന്ന വളരെ ശാസ്ത്രീയവും വളരെ ശരിയുമായ ഒരു നിലപാട് ഞങ്ങൾക്കെടുക്കാൻ കഴിഞ്ഞു എന്നതാണ് കഴിഞ്ഞ ഒരു വർഷക്കാലം ഇത്തരമൊരു പ്രതിസന്ധിയെ അതിജീവിച്ച് ഒരു ചെറിയ പാർട്ടി എന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് പോകാൻ കഴിഞ്ഞത്. ഞങ്ങൾ സഖാവ് ചന്ദ്രശേഖരൻ്റെ കൊലപാതകം സംബന്ധിച്ച് ഇതൊരു രാഷ്ട്രീയ കൊലപാതകമാണ്. തീർച്ചയായും ചന്ദ്രശേഖരനെ കൊല ചെയ്തുകൊണ്ട് ചന്ദ്രശേഖരൻ ഉയർത്തിയ രാഷ്ട്രീയ പ്രശ്നങ്ങൾ, പ്രത്യയശാസ്ത്ര നിലപാടുകൾ തകർക്കുക എന്ന ഒരു പാർട്ടി അതിൻ്റെ നിലപാടുകൾ അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തെ തകർക്കുമ്പോൾ അതിൻ്റെ നേതാവിനെ തകർക്കുക എന്ന ഒരു നിലപാടാണ് CPM സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ ചന്ദ്രശേഖരൻ ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയ നിലപാടുകൾ, പ്രത്യയശാസ്ത്ര നിലപാടുകൾ ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോകുക എന്ന പ്രതിജ്ഞയായിരുന്നു ചന്ദ്രശേഖരൻ്റെ ഇല്ലാതായ കഴിഞ്ഞ ഒരു വർഷക്കാലം ഞങ്ങൾ ചെയ്തത്. തീർച്ചയായും ചന്ദ്രശേഖരൻ വധം, ആ വധത്തിന് നേതൃത്വം നൽകിയ CPM പാർട്ടിക്ക് ഏൽപ്പിച്ച ക്ഷതം എന്ന് പറയുന്നത് ചെറുതല്ല എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് കേരളത്തിൽ ഒട്ടേറെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടന്നിട്ട് പോലും ഈ ഒരു കൊലപാതകം സംബന്ധിച്ച് CPMന്റെ പോളിറ്റ് ബ്യൂറോ, കേന്ദ്ര കമ്മിറ്റി എന്നീ പരമോന്നത സമിതികൾ ചർച്ച ചെയ്യുകയും ഇതിനെ സംബന്ധിച്ച ഒരു കമ്മീഷനെ വെക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് CPMനും എത്തിച്ചത് കേരളത്തിലെ പൊതുസമൂഹം CPMനെ ഒറ്റപ്പെടുത്തുന്ന രൂപത്തിലേക്കുള്ള ഒരു നിലപാട് ഈ കൊലപാതകത്തിന്റെ ഭാഗമായി സ്വീകരിച്ചു. അതിന്റെ അന്വേഷണ ഘട്ടം, കാരണം CPM ഈ കേസിൽ ഞങ്ങൾക്ക് പങ്കില്ല എന്ന് 100 വട്ടം ആവർത്തിക്കുമ്പോഴും CPMന്റെ ഉന്നതമായ നേതൃത്വത്തിലേക്ക് ഇതിന് അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കഴിഞ്ഞ ഒരു വർഷമായി നമ്മുടെ ജനത കണ്ടത്. ശ്രീ എൻ വേണു, TP വധക്കേസിൽ CPMലെ ഉന്നത നേതൃത്വത്തിന് പങ്കുണ്ട് എന്ന ആരോപണം ദീർഘകാലമായി RMP ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ ഉന്നത നേതൃത്വം ആരൊക്കെ എന്ന് വ്യക്തമായി പറയാൻ RMP നേതൃത്വം തയ്യാറായിട്ടുമില്ല. അതിലേക്ക് അന്വേഷണം എത്തിക്കുന്നതിൽ സർക്കാർ പരാജയപ്പെടുകയും ചെയ്തിരിക്കുന്നു എന്ന് വേണം ഈ ഘട്ടത്തിൽ നമുക്ക് വിലയിരുത്താൻ. എന്തുകൊണ്ടാണ്, ഏത് ഉന്നത നേതൃത്വമാണ് TP വധക്കേസിന് പിന്നിൽ അല്ലെങ്കിൽ TPയെ വധിക്കാൻ ശ്രമിച്ചത് എന്ന് തുറന്നു പറയാൻ RMP തയ്യാറാകാത്തത്? നേരത്തെ ഇക്കാര്യം ഞങ്ങൾ വ്യക്തം, ഈ ചന്ദ്രശേഖരന്റെ കൊലപാതകത്തിൽ കണ്ണൂരിലെയും കോഴിക്കോട്ടെയും ഉന്നതമായ നേതാക്കന്മാർ ഈ കേസിൽ പ്രതികളായി വിചാരണ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. 2 ജില്ലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത്തരമൊരു കൊലപാതകം ആസൂത്രണം ചെയ്യുമ്പോൾ അതിന്റെ സംസ്ഥാന നേതൃത്വത്തിന്റെ പങ്ക് സംബന്ധിച്ച് വളരെ കൃത്യമായി അറിയാം. അതുകൊണ്ടാണ് കേരള പോലീസിന്റെ അതിന്റെ കഴിവുകളുടെ പരമാവധിയാണ് ഈ കേസിന്റെ അന്വേഷണത്തിൽ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. കേരള പോലീസിന്റെ പരിമിതികൾ നാം മനസ്സിലാക്കുന്നു. ആ പരിമിതികൾക്ക് അപ്പുറമുള്ള അന്വേഷണം നടത്തി കേരളീയ പൊതുസമൂഹം ആവശ്യപ്പെടുന്നത് പോലെ ഈ കൊല്ലിച്ച ആളുകളെ പിടിക്കാൻ ഇനിയും ബാക്കിയുണ്ട്. ആ അന്വേഷണമാണ് CBI ഉൾപ്പെടെയുള്ള ഉന്നത അന്വേഷണ സംഘം അന്വേഷിക്കുമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഇവിടെ കേസിന്റെ എല്ലാ അന്വേഷണ ഘട്ടങ്ങളിലും CPM വളരെ ശക്തമായി ഇടപെട്ടിട്ടുണ്ട്. അന്വേഷണത്തെ ഗതിവെക്കാൻ വേണ്ടിയുള്ള വലിയ ഇടപെടൽ നടത്തി. ഇപ്പോൾ കോടതിയിൽ ഈ കേസിന്റെ വിചാരണ നടക്കുമ്പോൾ CPM നേതാക്കന്മാരും പ്രവർത്തകരും അനുയായികളും അടങ്ങുന്ന പ്രതികൾ അവരുടെ കോടതിയിൽ നിന്ന് അവരുടെ കാര്യക്ഷമമായി കുറ്റം ചെയ്തു എന്ന് ഉറപ്പുവരുത്താൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള നിഗമനങ്ങളും വിധികളും ഉണ്ടാകാൻ സാധ്യതകൾ വെളിച്ചിട്ട് വരുന്ന ഘട്ടത്തിലാണ് 48 സാക്ഷികളെ CPMന്റെ സംഘടിതമായ ശ്രമത്തിന്റെ ഭാഗമായി കാലുമാറ്റിക്കാൻ വേണ്ടി ശ്രമിച്ചത്. ഉന്നതതല ഗൂഢാലോചന, ഒരുപക്ഷെ ചന്ദ്രശേഖരന്റെ കൊലപാതകത്തിൽ നടന്ന ഉന്നതമായ ഗൂഢാലോചന എത്രയാണോ അതേ അളവിൽ തന്നെ കേസിലെ സാക്ഷികളെ കൂറുമാറ്റിക്കാൻ വേണ്ടിയുള്ള നല്ല ശ്രമം CPM നടത്തിക്കുന്നു. ഒരുപക്ഷെ വെസ്റ്റ് ബേക്കറി കൂട്ടക്കൊലയിൽ സുപ്രീം കോടതിയുടെ നിലപാട് പോലെ തന്നെ
വളരെ സംഘടിതമായി സാക്ഷികളെ കൂറുമാറ്റിച്ച് കേസ് അട്ടിമറിക്കാൻ വേണ്ടി ശ്രമിച്ചു. അതേ രൂപത്തിൽ തന്നെയാണ് സത്യത്തിൽ ചന്ദ്രശേഖരന്റെ ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ, ഇത് CPM TP ചന്ദ്രശേഖരൻ വധത്തിൽ CPMന് പങ്കാളിത്തമില്ല എന്ന് CPM വധം നടന്നതിന്റെ പിറ്റേ ദിവസം തന്നെ പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ പിന്നീട് നടന്ന അറസ്റ്റുകൾ CPM നേതാക്കളെ ഈ കേസിൽ അറസ്റ്റ് ചെയ്യുകയുണ്ടായി. ചിലർ ഇപ്പോൾ വിചാരണ നേരിടുകയും ചെയ്യുന്നു. കോഴിക്കോട് ജില്ലയിലെ പ്രധാന നേതാക്കൾ തന്നെ വിചാരണ നേരിടുകയും ചെയ്യുന്നുണ്ട്. CPMന് പങ്കാളിത്തമില്ല എന്ന് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താൻ CPMന് ഈ കഴിഞ്ഞ കാലയളവിൽ സാധിച്ചിട്ടുണ്ടോ? ഇപ്പോൾ N വേണു സൂചിപ്പിച്ച അന്വേഷണം, ആ അന്വേഷണ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നതിൽ അല്ലെങ്കിൽ ആ അന്വേഷണം സമയബന്ധിതമായി പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് മുൻപാകെ ഞങ്ങൾക്ക് പങ്കാളിത്തമില്ല എന്ന് തെളിയിക്കാനുള്ള അവസരം CPM എന്തുകൊണ്ട് ഉപയോഗിച്ചില്ല? CPMനെതിരായിട്ട് ചന്ദ്രശേഖരൻ്റെ വധം വളരെ ആസൂത്രിതമായ ഒരു പ്രചാരണ യുദ്ധമായി മാറുകയായിരുന്നു. യഥാർത്ഥത്തിൽ സംഭവിച്ചതാണ്. കഴിഞ്ഞ കുറേ കാലമായിട്ട് ഈ ആഗോളവൽക്കരണ നയങ്ങൾക്കെതിരായിട്ട് ദേശീയ തലത്തിലും കേരളത്തിലും സംഘടിതമായ ഒരു ജനകീയ മുന്നേറ്റത്തിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടി CPM ആണ്. അപ്പോൾ CPMനെ കോർണർ ചെയ്തുകൊണ്ട് CPMനെ എല്ലാ രീതിയിലും അപജയവിധേയമായ ഒരു പാർട്ടിയാണ്. അതിൻ്റെ ഡീജനറേഷൻ്റെ ആഴത്തിലെത്തി അതിൻ്റെ നേതാക്കൾ, അതിൻ്റെ സമുന്നതരായിട്ടുള്ള വക്താക്കൾ എല്ലാവരും ഡീജനറേറ്റ് ചെയ്തു എന്നുള്ളൊരു പ്രചാരവേലയാണ് കഴിഞ്ഞ കാലത്ത് നടത്തിക്കൊണ്ടിരുന്നത്. ആ പ്രചരണ വേലയുടെ തന്നെ ഒരു സന്ദർഭത്തിലാണ് TP ചന്ദ്രശേഖരൻ വധിക്കപ്പെടുന്നത്. ആ വധം നടന്ന അന്ന് രാത്രി മുതൽ തന്നെ ആ വധം നടന്ന അതേ നിമിഷത്തിൽ തന്നെ അത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട മാധ്യമങ്ങളിലൂടെ തന്നെ ഈ വധത്തെ പാർട്ടിക്കെതിരായിട്ടുള്ള വലിയ ഒരു ക്യാമ്പയിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. അന്നത്തെ ആഭ്യന്തര സഹമന്ത്രിയാണ് ഈ വധത്തോട് ആദ്യം പ്രതികരിച്ചത്. എനിക്ക് തോന്നുന്നു ഏഷ്യാനെറ്റിലെ രഞ്ജിത്ത് രാമചന്ദ്രനാണ് ഈ വാർത്ത ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നതാണ്. രഞ്ജിത്ത് രാമചന്ദ്രൻ ഈ വധം നടന്ന സംഭവം റിപ്പോർട്ട് ചെയ്തപ്പോൾ അദ്ദേഹം ആദ്യമായിട്ട് അഭിപ്രായം ചോദിക്കുന്ന ഏഷ്യാനെറ്റുകാർ മുല്ലപ്പള്ളി രാമചന്ദ്രനാണ്. മുല്ലപ്പള്ളി രാമചന്ദ്രനാണ് ഈ വധത്തിൽ CPMനാണ്. ശ്രീ കുഞ്ഞിക്കണ്ണൻ, അപ്പോൾ പോലും ഇതിനു മുമ്പും രാഷ്ട്രീയ കൊലപാതകങ്ങൾ കേരളം കണ്ടിട്ടുണ്ട്. ഇതിൽ ചിലതെങ്കിലുമൊക്കെ CPMന്റെ പേരിൽ ആരോപിക്കപ്പെട്ടിട്ടുമുണ്ട്. അപ്പോഴൊന്നും ഉണ്ടാകാത്തതുപോലെ TP ചന്ദ്രശേഖരൻ മരിച്ചു കഴിഞ്ഞപ്പോൾ ഇതിൽ CPMന് പങ്കില്ല എന്ന തരത്തിൽ സംസ്ഥാന സെക്രട്ടറി തന്നെ വാർത്താ സമ്മേളനം വിളിക്കുക, അതിന്റെ ആവശ്യം എന്തായിരുന്നു? CPMന് പങ്കില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് സംസ്ഥാന സെക്രട്ടറിയും കേന്ദ്ര കമ്മിറ്റി സെക്രട്ടറിയും ഒക്കെ തന്നെ വാർത്താ സമ്മേളനം നടത്തി ഒരിക്കലും അങ്ങനെ തുനിഞ്ഞിട്ടില്ല. അല്ലാതെയും ജനങ്ങളോട് ഈ കാര്യം പറയാൻ ശ്രമിച്ചത്. മാധ്യമങ്ങൾ CPMന് പങ്കുണ്ട് എന്ന് ആവർത്തിച്ചുറപ്പിക്കാനാണ് ശ്രമിച്ചത്. CPM അക്രമികളുടെയും ക്രിമിനലുകളുടെയും കൊലയാളികളുടെയും പാർട്ടിയാണെന്ന് വരുത്തി തീർക്കാനാണ് ശ്രമിച്ചത്. ഈ ഒരു സാഹചര്യത്തിലാണ് CPMന്റെ നയമല്ല പാർട്ടി വിട്ടുപോകുന്നവരെയോ പാർട്ടിയോട് രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസം പ്രകടിപ്പിക്കുന്നവരെയോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഭിന്നിച്ച് നിൽക്കുന്നവരെയോ ശാരീരികമായി ഇല്ലാതാക്കുക എന്നുള്ളത്. ആ നയം CPMന് അങ്ങനെ ഒരു നയമാണുള്ളത്. ആ നയത്തിന് വ്യതിചരിച്ച് ആർക്കെങ്കിലും ഈ കേസുമായിട്ട് ഈ വധവുമായി പങ്കുണ്ടെങ്കിൽ അവർക്കെതിരായിട്ട് പാർട്ടി തലത്തിൽ അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കുമെന്നുള്ളതാണ് പാർട്ടി കേന്ദ്ര കമ്മിറ്റി സെക്രട്ടറി തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ശത്രുവർഗ്ഗങ്ങൾ എല്ലാ രീതിയിലും ആക്രമിക്കുന്നുണ്ട്, എല്ലാ രീതിയിലും പ്രതിരോധത്തിലാക്കുന്നുണ്ട്. അതിൻ്റെ ദൈനംദിന രാഷ്ട്രീയ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്താൻ കഴിയുന്ന രീതിയിലുള്ള രഹസ്യാന്വേഷണ ഏജൻസികളുടെ തന്നെ വലിയ രീതിയിലുള്ള ഇടപെടലുകളുണ്ട്. അത് കേരളത്തിലും ഇന്ത്യയിലും മാത്രമല്ല സാർവദേശീയ തലത്തിൽ തന്നെയുള്ള ഒരു പ്രവണതയാണ്. തീർച്ചയായിട്ടും ചന്ദ്രശേഖരൻ വധം ഇന്ത്യയിൽ ഈ അധിനിവേശ ശക്തികൾക്കെതിരായിട്ട് സംഘടിതമായ ഒരു മുന്നേറ്റത്തിന് നേതൃത്വം കൊടുക്കാൻ കഴിയുന്ന പാർട്ടി CPM ആണ്. CPMനെ ദുർബലപ്പെടുത്തുക, അസ്ഥിരീകരിക്കുക എന്ന ഒരു അജണ്ടയുമായി ചേർന്നാണ് ചന്ദ്രശേഖരൻ വധം ഇത്രയും വിവാദപരമായി CPMനായിട്ടുള്ള ക്യാമ്പയിനായി. KK രമ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീമതി KK രമ, പോലീസ് അന്വേഷണം ഏറെക്കുറെ തൃപ്തികരമാണ് എന്ന മട്ടിലാണ് N വേണു, RMP നേതാവ് N വേണു അല്പനിമിഷം മുമ്പ് മീഡിയ വണ്ണിനോട് പ്രതികരിച്ചത്. ഗൂഢാലോചനയെക്കുറിച്ചുള്ള അന്വേഷണം നടക്കുന്നതിന് CBI അന്വേഷണം വേണം എന്ന ആവശ്യം ഉന്നയിക്കുകയും ചെയ്യുന്നു. രമ എങ്ങനെ കാണുന്നു ഇതുവരെ നടന്ന അന്വേഷണത്തെ? ഈ കൂട്ട മൊഴിമാറ്റങ്ങളെ അല്ലെങ്കിൽ കൂട്ട കൂറുമാറ്റങ്ങളെ കൂടി നടക്കുന്ന പശ്ചാത്തലത്തിൽ? അതെ, ഇത് ഞങ്ങൾ വളരെ നേരത്തെ വ്യക്തമാക്കിയ ഒരു കാര്യമാണ്. ഇതുവരെ നടന്ന ഈ കേസന്വേഷണവുമായി ബന്ധപ്പെട്ട് പൂർണ്ണമായിട്ടും ഞാൻ ആ കാര്യത്തിൽ എനിക്ക് തൃപ്തിയാണുള്ളത്.